നമ്മളിപ്പോൾ മാനന്തവാടിയിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെന്നൈയിൽ നിന്ന് വന്ന നാട്ടിലേക്കൊരു വണ്ടി എന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ബാക്ക് സൈഡിലായിട്ട് കാണുന്നതാണ് പഴശ്ശിയുടെ ശവകുടീരം. അപ്പോൾ നേരത്തെ ഇവിടെ ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ അല്ലായിരുന്നു. ഇതിൻ്റെ എന്താണ് ഒരു വൃക്ഷമായിരുന്നു ഇവിടെ നിലനിന്നിരുന്നത്. 90-കൾ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പഴയൊരു ചിത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. പിന്നീട് ഇതിനകത്തിൽ ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് എല്ലാവരുടെ വീഡിയോയിൽ പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ കുറേ ആലേഖനം ചെയ്തിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ഇവിടെ ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ വീഡിയോയിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് പൗസ് ചെയ്തിട്ട് കാണുക. അപ്പോൾ എന്താണ് പറയുക, നാട്ടിലേക്കൊരു വണ്ടി എന്ന പ്രോഗ്രാം, ചെന്നൈയിൽ വന്ന നാട്ടിലേക്കൊരു വണ്ടി എന്ന പ്രോഗ്രാം വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ അടുത്ത നമ്മളിനി വയനാട്ടിലേക്ക് പോവാണ്. കൂടുതൽ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും ബൈ. താങ്ക് യു. പഴശ്ശി കൊടീരം കേരളത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ആദ്യ നാട്ടുരാജാക്കന്മാരിൽ ഒരാളായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. ഇദ്ദേഹത്തെ കേരള സിംഹം എന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളിൽ വിശേഷിപ്പിക്കുന്നത്. 1805 നവംബർ 30-നാണ് വയനാട്ടിൽ മാവിലംതോട് എന്ന സ്ഥലത്ത് വെച്ച് ബ്രിട്ടീഷുകാരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിലാണ് പഴശ്ശിരാജ വീരമൃത്യു വരിച്ചത്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ബ്രിട്ടീഷുകാർ ഔദ്യോഗിക ബഹുമതികളോടെ മാനന്തവാടിയിൽ എത്തിച്ച് സംസ്കരിക്കുകയായിരുന്നു. 1980-ൽ സംസ്ഥാന പുരാവസ്തു വകുപ്പ് പഴശ്ശി കൊടീരം സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചു. ഇതിനോട് അനുബന്ധിച്ച് 2010 ഡിസംബറിൽ സ്ഥാപിച്ച മ്യൂസിയത്തിൽ ചരിത്ര ഗാലറി, നിർണയ ഗാലറി, ഇൻട്രോഡക്ടറി ഗാലറി തുടങ്ങിയ വിഭാഗങ്ങളിലായി വിപുലമായ ചരിത്ര വിജ്ഞാന ശേഖരം സജ്ജീകരിച്ചിട്ടുണ്ട്. ആദിവാസികളുടെ തനതായ കലാവിരുത്ത് ഉൾക്കൊണ്ട് കലാരൂപങ്ങൾ അണിനിരത്തിയ ഗാലറി അക്കാലത്തെ ജീവിതശൈലിയും സംസ്കാരവും പുതുതലമുറയെ ഓർമ്മിപ്പിക്കാൻ പോകുന്നവയാണ്. നിർമ്മിക്കുക. അതിനകത്ത് ചിലതിലൊക്കെയാണ് ഇവരിങ്ങനെ ഹുക്ക് ഉണ്ടാക്കും ഇവിടെ, എന്നിട്ട് അവരുപയോഗിച്ചൊരു മാല അതിൽ തൂക്കി. പക്ഷേ ഈ മാല പിന്നെ എക്സ്കവേഷൻ്റെ സമയത്ത് അതിലേക്ക് വീണിട്ടുണ്ടാവും, മുത്തുകളായിട്ട് വീണിട്ടുണ്ടാവും. ചെമ്മിന്റെ ഒരു വട്ടം പോലത്തെ സാധനം ചെന്നായിരിക്കില്ല, മണ്ണിൻ്റെ മൺകുടങ്ങളുടെ ചില ഭാഗങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം ഇതിൻ്റെയൊക്കെ റിംഗ് പോർഷൻ ആണെങ്കിൽ നമുക്കിങ്ങനെ കിട്ടുന്ന സമയത്ത് അതുപോലെ തോന്നുക. പിന്നെ ഇത് ക്ലീൻ ചെയ്തെടുക്കുമ്പോഴായിരിക്കും നമുക്ക് എവിടെയാണ് പ്രദേശം ആ ഒരു രീതിയിൽ പിന്നീട്